ഏതാ എടാ നാളെ നീ ഒരു സിനിമ ചെയ്യാൻ വിളിക്കണമെങ്കിൽ ഞാൻ വരുവാ, എന്റെ കഥയിൽ കൊള്ളൂല്ലെങ്കിൽ പോലും. അത്രേ ഉള്ളൂ. അതാണ് ഒരു ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ. ഇവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്ന ഞാൻ പറഞ്ഞില്ലേ ഓക്കെ എന്ന്. നീ തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട് അമ്മ അച്ഛൻ ഈടായിട്ട് സിനിമ കാണാൻ പോകാറില്ല. പ്രത്യേകിച്ച് എന്റെ സിനിമ നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല. ഒരു പടം ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോമ്പോ ഫ്ലോപ്പാണ്. എന്റെ അച്ഛനല്ലേ ചിലപ്പോ തോന്നിയേക്കാം. എന്നെ ആദ്യം സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ച ഒരാളാണ് കേട്ടോ അവള്. താങ്ക് യു. തൊട്ടപ്പുറത്ത് ഐശ്വര്യം, നീയും താങ്ക് യു. അതും കഴിഞ്ഞ ദിവസം പറഞ്ഞു നരിവേട്ടക്ക് രാത്രിയാ പോയത് അല്ലേ. ഫസ്റ്റ് ടൊവിനേക്കാളും ഇഷ്ടം എന്നെയാണെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനത്തെ പറഞ്ഞല്ലോ അല്ലേ. അതെ. എന്താ നിനക്കറിയണ്ട അച്ഛനെ പോലെ സാമ്യം തോന്നിയോ? ആ അല്ലല്ല, അത് മനഃപൂർവ്വം അങ്ങനെ. എനിക്ക് ഞാൻ കഴിഞ്ഞ ഇടയിൽ BGMI ഒരു പരസ്യം ചെയ്തിരുന്നു, സന്ദേശത്തിന്റെ മറ്റേ നമ്മുടെ പഴയ സന്ദേശത്തിന്റെ മറ്റേ മറ്റേ സാധനം. അപ്പൊ അന്ന് ഞാൻ അനൂപാണ് ഡയറക്ട് ചെയ്തത്, സത്യനങ്ങളുടെ മോൻ അനൂപ് സത്യനെ ഡയറക്ട് ചെയ്തത്. അപ്പൊ അനൂപ് എന്നോട് പറഞ്ഞു ഇങ്ങനെ സെയിം കാര്യം. സാധാരണ അച്ഛന്റെ മാനറസ് കൂടുതലും അച്ഛന്റെ ഛായ ഒക്കെ കൂടുതൽ ചേട്ടനാണ് കൂടുതലുള്ളത്. അപ്പോ അനൂപനോട് ചോദിച്ചു ഇങ്ങനെ ചേട്ടൻ ചെയ്യുന്നതായിരിക്കില്ലേ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാന്നുള്ള സാധനം. പക്ഷെ അത് ചെയ്തു വന്നപ്പോ കണ്ടപ്പോ എന്നോട് സത്യനങ്ങളും അല്ലെങ്കിൽ കുറെ പേര് പറഞ്ഞു കുറച്ചുകൂടെ ആയിരുന്നു അതിന്റെ കുറച്ചുകൂടെ അച്ഛന്റെ കുറെ ശൈലിയൊക്കെ അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് ചില കാര്യത്തിനകത്ത് ഒക്കെ തോന്നി. ട്രെയിലറിലൊക്കെ ഉള്ള ആ ആടിപ്പ് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ചില സാധനം ഡയലോഗ് പറയുന്നതിനകത്തൊക്കെ എനിക്ക് കണ്ടപ്പോ ഒന്ന് രണ്ട് പേര് എന്നോട് പറയുകയും ചെയ്തു. അതിനപ്പുറം കഴിഞ്ഞ ദിവസം എന്നോട് അമ്മ വന്നിട്ട് ചോദിച്ചു, അച്ഛനും നിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞ എന്താ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞു ഡിറ്റക്റ്റീവ് സിനിമയുടെ ചോപ്പി ചേച്ചിയുടെ പടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങളെ പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സാധാരണ കാരണം ഇതിനു മുന്നേ അവര് പോയിട്ടുള്ള സിനിമകൾക്കെല്ലാം തന്നെ അച്ഛനും അമ്മക്കുള്ള പേടി നിങ്ങളെയാണ് പേടി. കാരണം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം മോനെ പറ്റി കുറ്റം പറയാൻ പറ്റൂലല്ലോ എന്ന് പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ സിനിമയെ പറ്റി കുറ്റം പറയില്ല, അങ്ങനെ പേടിച്ചിട്ട് എന്റെ അമ്മ അച്ഛൻ ഈടായിട്ട് സിനിമ കാണാൻ പോകാറില്ല, പ്രത്യേകിച്ച് എന്റെ സിനിമ. അപ്പൊ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ, ചീത്തപ്പേരില്ല, വലിയ പ്രശ്നമില്ലാതെ പോകും. അഭിപ്രായം ചോദിച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ല. നല്ലതാണോ എന്ന് ഞാൻ പറഞ്ഞു നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ സിനിമ കാണാൻ വരും രണ്ടുപേരും. അപ്പൊ എന്തായാലും നിങ്ങളെ പേടിച്ചിട്ട് ശ്രീനിവാസന്റെ വീട്ടിൽ കുത്തിയിരിക്കുക, അഭിപ്രായം ചോദിച്ച് വിഷമിപ്പിക്കല്ലേ. ധ്യാൻ എന്ന് പറഞ്ഞ ഒരു നടൻ ഒരു വർഷം അഭിനയിക്കുന്ന സിനിമകളുടെ എണ്ണം എത്ര നമുക്കറിയാം. വീക്ക്ലി സ്റ്റാർ എന്ന് പറഞ്ഞൊരു പേര് വിളിക്കുന്നുണ്ട്. അതെ, ഇവർക്ക് അത്രത്തോളം പടം വരാത്തോണ്ട്, അല്ലെങ്കിൽ രണ്ടാളും അഭിനയിക്കാൻ റെഡിയാണ്. വരുന്നില്ല, അതാണ് സത്യം. ചോദിച്ചു 7 മാസമായിട്ട് വരുന്നില്ല, വരാത്തോണ്ടല്ലേ. അതെ, എനിക്ക് വരുന്നു, ഞാൻ ചെയ്യുന്നു, വരുന്നു ചെയ്യുന്നു. ഇവന്റെ അത്രയും വരുന്നില്ല. നമുക്കിതിപ്പോ സിനിമ കാണുമ്പോ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ഒരു സിനിമ കഴിയുമ്പോ അടുത്ത സിനിമ ചെയ്യുമ്പോൾ ഒരു കഥാപാത്രത്തിലേക്ക് വരാൻ തന്നെ നമുക്ക് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം. പല പല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ നടന്ന ഒരു വർഷം ഒരു 13-15 സിനിമകൾ മിനിമം ചെയ്തിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷം ഞാൻ 13 ചെയ്തതില് ഞാൻ നടികരിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ആനന്ദ് ശ്രീബാലിൽ ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ബാഡ് ബോയ്സിന് 3-4 ദിവസമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങൾ 13-14 എന്നൊക്കെ പറയണത്. അപ്പൊ അതിനകത്ത് വെച്ച് ബാക്കിയിലൊക്കെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം പിന്നെ 4 സിനിമയുള്ളൂ ഞാൻ ഫുൾ ലെങ്ത് ഉള്ള സിനിമകൾ. ബാക്കി എല്ലാത്തിനകത്തും അവിടെ ഇവിടെ ചില്ലറ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. പക്ഷെ പറഞ്ഞു വരുമ്പോ 13-14 ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇതിന് 4 എല്ലാം എന്റെ തലയിൽ ഇടരുത് കേട്ടോ. ഞാൻ ചോദിച്ചത് ഈ കഥാപാത്രങ്ങൾ ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും വലിയ സംവിധായകർക്കും അതുപോലെ ക്രൂവിനും അവിടൊക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണ്. ഇതൊരു നടനെ സംബന്ധിച്ച് ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം. ഇപ്പൊ ധ്യാൻ എന്ന് പറയുന്ന നടൻ എന്നുള്ള രീതിയിൽ ഇത്തരം സിനിമകൾ ചെയ്യുമ്പോഴുള്ളൊരു
എങ്ങനെയായിരുന്നു? ഞാൻ അടുത്തല്ലേ ചോദിക്കുന്നത്. അല്ല, നിങ്ങളുടെ അടുത്തായിരുന്നു ചോദിക്കുന്നത്. ഞാൻ ഇത്തരം വളർച്ച കാണുമ്പോൾ ഉള്ളൊരു കാര്യം. ഇവിടെ അസൂയ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല. എന്താണ് ഇപ്പൊ ഞാൻ പറയുന്നത്? ഇപ്പോ ഓരോ ആക്ടേഴ്സും, ഞാൻ ആസ് ആൻ ആക്ടർ, എനിക്കൊരു വിഷയമുണ്ട്. ഞാൻ എങ്ങനെ എത്തണം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയം എനിക്കുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമകൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഞാൻ ഒരു വിഷൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും വിഷൻ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെയാണ് സിനിമകളുടെ അപ്രോച്ച് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്. അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റു കഥാപാത്രങ്ങൾക്ക് സാമ്യം ആവുന്നൊക്കെ ഉണ്ടാകാറ്. അതിനെ ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു വർഷം ഇത്രയും സിനിമ ചെയ്യുമ്പോഴേ അത് ചോദിക്കും. എന്നോട് ചോദിക്കാണല്ലോ. ഞാനടുത്തല്ല ചോദിക്കേണ്ടത്. ഏതാ എടാ, നാളെ നീ ഒരു സിനിമ ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ തരും. എന്റെ കഥയിലെ കൊള്ളൂലെങ്കിൽ പോലും അത്രേ ഉള്ളൂ. അതാണ് ഒരു ബന്ധത്തിന്റെ പുറത്തല്ലേ അല്ലേ? ഇവൻ എന്നോട് ചാൻസ് ചോദിച്ചു, നീ അഭിനയിക്കാൻ വന്ന ഞാൻ പറഞ്ഞില്ലേ ഓക്കെ എന്ന്. നീ തന്നെ ആ, അപ്പൊ നമ്മൾ അത്രയല്ലേ ഉള്ളൂ. അതല്ലേ ബന്ധം. നീ നാളെ സിനിമ ഞാൻ വരും, അത്രയല്ലേ ഉള്ളൂ. നാളെ റോണിച്ചേട്ടൻ കണ്ണൂർ സ്കോഡ് 2 വിളിച്ചാൽ ഞാൻ പോവും. പിന്നെ ഡെഫിനറ്റ്ലി ആഗ്രഹമുണ്ട്. റെഡിയാണ് നമ്മൾ അതില് ചാൻസ് ചോദിച്ചാൽ വരാൻ വേണമെങ്കിൽ നടക്കൂലോട്ടോ. നമ്മൾ ഒരുമിച്ച് അഭിനയിച്ച് ഒരു പടം ഇതുവരെ ഓടിയിട്ടില്ല. ഒരു പടം ഓടിയിട്ടില്ല, ഇറങ്ങിയിട്ടില്ല, ഓടിയിട്ടില്ല പലതും. നമ്മുടെ കോമ്പോ ഫ്ലോപ്പാണ്. അതെ, ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അച്ഛന് എന്റെ കയ്യിൽ 500 സ്ക്രിപ്റ്റ് എഴുതി തരാന്ന് പറഞ്ഞൊരു സാധനം ഓർമ്മയുണ്ടോ? സ്ക്രിപ്റ്റ് എവിടെ? നിങ്ങളല്ലേ മധ്യസ്ഥ എന്നത്? സ്ക്രിപ്റ്റിലെല്ലാം പുള്ളി എഴുതരുന്നല്ലേ പറഞ്ഞത്. തയ്യാറായിട്ട് ചോദിക്കും, പോയിട്ട് വീട്ടിൽ പോയിട്ട് ചോദിക്കും. ആ സ്ക്രിപ്റ്റ് ആണ് ഞാൻ സോമിച്ചതിന്റെ ബാനറിൽ ചെയ്യാൻ പറഞ്ഞ സിനിമ. ഓക്കെ ആണ്. നമുക്ക് ഒരു ജയിലർ വന്നപ്പോ കറക്റ്റ് ഒരു ജയിലർ കൊണ്ടുവന്ന ഒരു ക്ലാഷ് ചെയ്തു. ഇപ്പൊ തക്ലൈഫ് വരുമ്പോ അതില് ഞാന് അറിഞ്ഞുകൊണ്ടാണോ അങ്ങനെ ഇത്ര ധൈര്യമുള്ള ഒരു നടൻ സത്യം ഇതായിക്കോട്ടോ. അല്ല, ആ ധൈര്യം എനിക്ക് ജനിച്ചപ്പോ മുതലുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ അത് നമ്മുടെ ഒരു സുഹൃത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ബാലു എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് നായകൻ. അപ്പൊ എന്നെ ഒരു 1/2 ദിവസത്തേക്ക് ഞാൻ ചേട്ടാ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് വളരെ അതാ പറഞ്ഞേ, അവൻ വിളിച്ചാലും ഞാൻ പോകും, നീ വിളിച്ചാലും ഞാൻ വരും. അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിയല്ലേ. അതല്ല, ഞാൻ അതിനകത്ത് ഒരു 1/2 ദിവസത്തെ അല്ലെങ്കിൽ ഒരു 1-2 സീനിൽ മാത്രമേ ഉള്ളൂ. എന്താണ് നമ്മളെന്താണെന്ന് സ്വീകരിക്കും, അത്രേ ഉള്ളൂ. ഒരു സിനിമ ഇറങ്ങുമ്പോ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്കും ഓരോ ബുദ്ധി ആലോചനയല്ലേ. അത് നീ ഇപ്പൊ എന്നോട് ചോദിച്ചിട്ട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റും. ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണു പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും നമുക്ക്. ഉണ്ടാവും. അപ്പൊ അതാ പറഞ്ഞ അത്രേ ഉള്ളൂ റിവ്യൂന്റെ കേസിൽ. സിമ്പിൾ അല്ലേ? റിവ്യൂന്റെ കേസിൽ നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോണേ? ചിലപ്പോ ആയിരിക്കും. നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രേ ഉള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റ് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല, നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ല. അത് അതിനെ കുറിച്ച് പറയണോ? വലിയ കൊടുപ്പോ അതും കൂടെ എന്താ അവന്റെ നമ്പർ മൊബൈൽ ഞാൻ അയച്ചു തരാം. ചോദ്യം അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്.
അതിനിടയിൽ നമുക്ക് ഏറ്റവും റിവ്യൂ, എല്ലാ റിവ്യൂയിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞു. ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ചു തന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിങ് ഗംഭീരായിരുന്നു.